എറണാകുളം തൃപ്പൂണിത്തുറയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്ന് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആലുവ ഡിഒ സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. അഭിനന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ തൃപ്പൂണിത്തുറയിലെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കടുത്ത റാഗിങ്ങിന് ഈ കുട്ടി വിധേയമായിട്ടുണ്ട് എന്നാണ് കുടുംബത്തിന് ശക്തമായ ആരോപണം. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക്, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് തന്നെ വലിയ SFIയുടെ പ്രതിഷേധമൊക്കെ നടന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൃത്യമായ അന്വേഷണം അത് രണ്ട് രീതിയിൽ നടക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കേസുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ് പ്രജിന ആൻഡ് സ്മിത. ഈ തൃപ്പൂണിത്തുറയിലെ കുട്ടി റാഗിങ്ങിനിടയായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ പോലീസും. പോലീസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് തന്നെയായിരിക്കും അമ്മ മൊഴി നൽകാനായിട്ട് എത്തുക. ഈ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ അമ്മ കോഴിക്കോട്ടേക്ക് മടങ്ങിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് നേരിട്ട് തന്നെ എത്തി മൊഴി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണമാണ് നടത്തുന്നത്. ആലുവ DOയാണ് അവിടെ തൃപ്പൂണിത്തുറ സ്കൂളിലെത്തി കൃത്യമായ അന്വേഷണം നടത്തും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്ന അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി. ഇന്നലെ SFIയുടെ മാർച്ച് അടക്കം ഇന്നലെ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടന അടക്കം ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്ന് DOയ്ക്ക് നിർദ്ദേശപ്രകാരം സ്കൂളിലെത്തി പരിശോധനകൾ നടത്തുവാനായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോൾ അവിടെ ബോർഡ് എക്സാമുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിലിപ്പോൾ ഒരു സാങ്കേതികമായ തടസ്സമുണ്ട്. പക്ഷേ അത് ഉടൻ തന്നെ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലീസും അറിയിച്ചിട്ടുള്ളത്. പോലീസ് മറ്റ് ഈ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അവർക്ക് മുന്നിലും ഒരു തടസ്സമായിട്ടുള്ളത് പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് ശേഷം ഈ സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ഇന്നലെയാണ് കുട്ടിയുടെ അമ്മ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ മൊഴി രേഖപ്പെടുത്താനായിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുമെന്ന് അറിയിച്ചത്. പിന്നീട് അത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധമാണ് പല ഭാഗത്തുനിന്നും ഇതിനോടകം തന്നെ ഈ കുട്ടിയുടെ റാഗിങ്ങിനെ തുടർന്നുണ്ടായ ആത്മഹത്യയിൽ ഉയരുന്നത്. അഭിനേതാക്കളൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഇത് ഒരിക്കലും സംഭവിക്കരുതെന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സമഗ്രമായ അന്വേഷണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രവിധ, സ്മിത. അതെ, അന്വേഷണം എന്തായാലും അങ്ങനെ നടക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട്. ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഈ കുട്ടികളുടെ ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചിന്തിച്ച് ഒരു മരണത്തോട് പോലും അവർ ഈ രീതിയിലാണോ പ്രതികരിക്കുന്നത്? കുടുംബത്തിന്റെ ആരോപണമാണ്. തീർച്ചയായിട്ടും ആരോപണങ്ങളാണ്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിയേണ്ടിയിരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വന്നാൽ എല്ലാ തരത്തിലും സഹകരിക്കും. മാത്രമല്ല ഈ ആരോപണ വിധേയരായ കുട്ടികൾ അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഒക്കെ ഉണ്ടാവട്ടെ. ആ സമയത്തായിരിക്കും നടപടി ഉണ്ടാവുക എന്ന് സ്കൂൾ പറയും. സ്വാഭാവികമായിട്ടും സ്കൂളുകൾ അങ്ങനെയായിരിക്കുമല്ലോ തീരുമാനമെടുക്കുക. അപ്പൊ എന്തായാലും അന്വേഷണം നടക്കണം, മരിക്കാതിരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.